ജീവിതം ഇവിടെ മെല്ലെ അവസാനിപ്പിച്ചാലോ എന്നാണ് ആദ്യം ഞങ്ങൾ ചിന്തിച്ചത്. എൻ്റെ മൂഡല്ല പ്രശ്നം. ഞാൻ ഏത് മൂഡിൽ ഉറക്കം എണീറ്റാലും, ഞാൻ ഏത് മൂഡിൽ ഉറങ്ങാൻ പോയാലും, ഞാൻ ഏത് മൂഡിൽ ഭക്ഷണം കഴിക്കാനിരുന്നാലും ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. മാത്സ് പണ്ട് മുതൽക്ക് തന്നെ എനിക്കൊരു ബാലികേറ മലയായിരുന്നു. പരീക്ഷയ്ക്ക് ഇത് പക്ഷെ ഒരിക്കലും ഒഴിവാക്കാനും പറ്റില്ല. പോരാത്തതിന് ഞാൻ പൂർണ്ണമായും കാഴ്ചയില്ലാത്തയാണ്. ഒരു സർവകലാശാലയുടെ വെബ്സൈറ്റ് ഇത് കാഴ്ച പരിമിതർക്ക് ആക്സസിബിൾ ആണോ? പൂർണ്ണമായിട്ടല്ല, ആകണം. ജനന സമയത്ത് തന്നെ കാഴ്ചയില്ലാത്ത ഒരാൾ, അയാൾക്ക് ചിലപ്പോൾ ഇത്ര വിഷമം ഉണ്ടാവില്ല. പക്ഷേ ഇത്രയും വർഷക്കാലങ്ങൾ കാഴ്ചയെല്ലാം ചുറ്റുപാടുള്ളതെല്ലാം കണ്ട് ജീവിച്ച് വന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് അയാളുടെ കാഴ്ച പോകുന്നൊരു അവസരത്തിൽ അവിടുന്ന് ഇങ്ങനൊരു ഉയർത്തെഴുന്നേൽപ്പ്, എന്താണ് അതിന് പിന്നിലൊരു പ്രചോദനം എന്താണ്? സബീഖ്, അത് പറയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ പറയണമെന്ന് ഞാൻ കരുതുന്നു. കാരണം കാഴ്ച പൂർണ്ണമായി നഷ്ടമാകും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സമയത്ത് എൻ്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ മറ്റൊരു വലിയ തിരിച്ചടി കൂടി ഉണ്ടായി. ആ സമയത്ത് തന്നെയാണ് എൻ്റെ ഭാര്യ ഒരു ക്യാൻസർ രോഗബാധിതയാണെന്ന് കൂടി ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഞങ്ങൾ 2 പേർ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ആലോചിച്ച് നോക്കണം അങ്ങനെ ഒരു സാഹചര്യം. അന്ന് ജീവിതം ഇവിടെ മെല്ലെ അവസാനിപ്പിച്ചാലോ എന്നാണ് ആദ്യം ഞങ്ങൾ ചിന്തിച്ചത്. പക്ഷേ പലരും അതല്ല ശരിയായ വഴിയെന്ന് ഞങ്ങൾ ഉപദേശിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിലെ വളരെ നന്നായി ജോലി ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നിന്ന് പൂർണ്ണമായും കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനും ക്യാൻസർ രോഗത്തെ അതിജീവിക്കാൻ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു ഭാര്യയുടെ ഒപ്പം ജീവിക്കുന്ന ഒരു മനുഷ്യനും എന്നുള്ള നിലക്ക് അന്ന് ഇത് അവസാനിപ്പിച്ച് മടങ്ങണമെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, അവർക്ക് എൻ്റെ മെൻറ്റേഴ്സ് എന്ന് തന്നെ ഞാൻ പറയും, അവരാണ് എന്നെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ തിരിച്ചുള്ള വരവിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞങ്ങൾ 2 പേരും എന്തിന് പേടിച്ച് എവിടേക്കെങ്കിലും ഒളിച്ചോടണം? ഇതിനെ നേരിടണം. പക്ഷേ ഇന്നിപ്പോൾ അഭിമാനത്തോടുകൂടി ഇതെനിക്ക് പറയാൻ കഴിയുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ്. അതായത് ഇതിനെ നേരിടാൻ ഞങ്ങൾ സ്വീകരിച്ച വഴികൾ ശരിയായിരുന്നു. അതിപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇവിടെ ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഏതൊരു പ്രതിസന്ധിയും നിങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ അതിജീവനത്തിന് ഒരു കുറുക്ക് വഴിയുമില്ല സബീഖ് സാർ. അധ്വാനിക്കുക മാത്രമാണ്. നിങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. മൊബൈൽ ഫോണിൽ എൻട്രി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചിട്ട് അവിടെ ഈ ക്ലാസ്സുകളുടെ, ഓഡിയോ ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, ഞാൻ അന്ന് താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൻ്റെ ഒരു ചെറിയ ക്വാർട്ടേഴ്സിൻ്റെ ഒരിടത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കർ വെക്കും. ഞാൻ ഓഫീസിൽ പോകുന്നത് വരെ, ഉറക്കം എണീക്കുന്നത് മുതൽ ഓഫീസിൽ പോകുന്നവരെയുള്ള മുഴുവൻ സമയവും നിങ്ങളെപ്പോലുള്ളവരുടെ ശബ്ദം അതിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. എൻ്റെ മൂഡല്ല പ്രശ്നം. ഞാൻ ഏത് മൂഡിൽ ഉറക്കം എണീറ്റാലും, ഞാൻ ഏത് മൂഡിൽ ഉറങ്ങാൻ പോയാലും, ഞാൻ ഏത് മൂഡിൽ ഭക്ഷണം കഴിക്കാനിരുന്നാലും ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും സബീഖ് സാർ. അങ്ങെടുത്ത ഇക്കണോമിക്സ് ക്ലാസ്സുകൾ, അല്ലെങ്കിൽ അങ്ങെടുത്ത ഹിസ്റ്ററി, അല്ലെങ്കിൽ മുഖത്തല സാർ പറഞ്ഞു തരുന്ന നമ്മുടെ ജനറൽ നോളജ്, ഇതെല്ലാം എൻ്റെ മൂഡ് ഏതാണെങ്കിലും എൻ്റെ ചെവികൾ നിരന്തരമായി മുഴങ്ങിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വിജയത്തിലേക്ക് നടന്നെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം. ദർ ഈസ് നോ അതർ കുറുക്ക് വഴി. പ്രതിഭേട്ടൻ, നിങ്ങളുടെ പരീക്ഷയിൽ മാത്സ് ഉണ്ടല്ലോ. ഈ മാത്സിൽ എങ്ങനെയാണ് പ്രതിഭേട്ടൻ പരിശീലനം നടത്തിക്കൊണ്ടിരുന്നത്? സത്യത്തിൽ ഈ ചോദ്യം ഇപ്പോഴും എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം മാത്സ് പണ്ട് മുതൽക്ക് തന്നെ എനിക്കൊരു ബാലികേറ മലയായിരുന്നു. പരീക്ഷയ്ക്ക് ഇത് പക്ഷെ ഒരിക്കലും ഒഴിവാക്കാനും പറ്റില്ല. പോരാത്തതിന് ഞാൻ പൂർണ്ണമായും കാഴ്ചയില്ലാത്തയാൾ. ഞാൻ ഇക്കാര്യം എൻ്റെ മെൻറ്റർ മിനി മിസ്സുമായിട്ട് സംസാരിച്ചു. സത്യത്തിൽ മിസ് അക്കാര്യത്തിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു രീതിയാണ് സ്വീകരിച്ചത്. 2 കാര്യങ്ങളാണ് വിനി മിസ് ചെയ്തത്. അതായത് മാത്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ തറവായിട്ട് മാം പഠിപ്പിച്ചു. അതായത് ആവറേജ് അല്ലെങ്കിൽ സ്പീഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ലോജിക്സ് ആദ്യം എനിക്ക് മാം പറഞ്ഞു തന്നു. ആ ആശയം എന്താണെന്ന് മനസ്സിൽ പറഞ്ഞു. രണ്ടാമത്തേത്, ഞങ്ങൾ പരീക്ഷയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയത്ത് മാം എന്നോട് പറയും, പ്രദീപ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കാണുക മാത്രം ചെയ്യുക. കാരണം എൻ്റെ മുന്നിൽ മറ്റൊന്നുമില്ല. എൻ്റെ മുന്നിലുള്ളത് വളരെ യാന്ത്രികമായിട്ടുള്ള ഒരു സ്പേസിലുള്ള ഒരു പേപ്പറും പേനയുമാണ്. ഞാനത് വെച്ചിട്ട് മനസ്സിൽ മാഡം ഒരു ചിത്രം
ഉണ്ടാക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും ആ ചിത്രം മനസ്സിൽ കണ്ട്, ഞാൻ ആ പേര് പറയുന്നത് ശരിയോ എന്ന് എനിക്കറിയില്ല, അബാക്കസിൽ ഉപയോഗിച്ച് കുട്ടികൾ എങ്ങനെയാണോ മാത്തമെറ്റിക്സ് മനസ്സിൽ ഉറപ്പിക്കുന്നത്, അതുപോലെ ഈ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നേരിട്ട് മനസ്സിൽ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശീലനമാണ് മാഡം എനിക്ക് തന്നത്. എത്ര പേർക്ക് അത് ഇണങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഉറപ്പായിട്ടും ശ്രമിച്ചാൽ അത് നടക്കും. മാത്സിൽ അത്യാവശ്യം പകുതി മാർക്കോളം എനിക്ക് കിട്ടിയിരുന്നു സബീഖ് സാർ. ഈ പഠന കാര്യത്തിൽ പലപ്പോഴും ഉണ്ടല്ലോ, വിനീമിസ് പുലർച്ചെ ഒരു 4:30-ക്കും 5 മണിക്കും ഇടയ്ക്കുള്ളൊരു സമയത്ത് എന്നെ വിളിക്കും. സാധാരണ ഒരു മെൻറ്റർ അങ്ങനെ വിളിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ആ പേര് ഞാൻ പറയേണ്ടി വരുന്നത്. മാഡം എന്നെ വിളിക്കുകയും വിളിച്ച ശേഷം പ്രാഥമികമായി നമ്മളത് പഠിക്കുന്ന വിഷയം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ ബേസിക്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കാൻ പറയും. എന്നിട്ട് ഈ പുലർച്ചയിൽ ഒരു ചോദ്യം കൃത്യമായി മാം എനിക്ക് വായിച്ച് കേൾപ്പിക്കുകയും ആ ചോദ്യം നമ്മുടെ മനസ്സിലൊരു ഒരു ഒരു സ്ക്രൈബ് വായിച്ച് കേൾപ്പിക്കുമ്പോൾ എന്തൊക്കെ കമ്പോണൻസ് ആണോ അതിൽ നിന്ന് എടുക്കേണ്ടതെന്ന് മാഡം ആദ്യം തന്നെ എന്നെ ഓർമ്മിപ്പിക്കും. ആ കമ്പോണൻസ് എടുത്ത ശേഷം മനസ്സിലുള്ള ഒരു സ്ലേറ്റിൽ എവിടെയെങ്കിലും അത് രേഖപ്പെടുത്താൻ പറയും. ആ മനസ്സിലെ സ്ലേറ്റിലാണ് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു 3, 4, 5 തവണ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്നെക്കൊണ്ട് മാം പല തരത്തിൽ ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് സബീഖ് അത് ഞാൻ നേടിയത്, മാത്സ് നേടിയത്. അത് എത്ര പേർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകും, അത് എത്ര എളുപ്പമാണ് എനിക്ക് മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്താനെന്ന് എനിക്കറിയില്ല, ബട്ട് അത് ഹാപ്പൻഡ്. പ്രതിഭേട്ടൻ ഇതുപോലെ പ്രതിഭേട്ടനെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളോട് പ്രതിഭേട്ടൻ്റെ ഈ ഒരു ജീവിത അനുഭവങ്ങളിൽ നിന്ന് പ്രതിഭേട്ടൻ എന്താ പറയാനുള്ളത്? ഒന്ന്, നമുക്കെപ്പോൾ വേണമെങ്കിലും പരാജയം സമ്മതിച്ച് മടങ്ങാം. അതിന് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങിൻ്റെയോ ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ തുടക്കത്തിൽ തന്നെ പറയുന്നു, ഈ മത്സരത്തിൽ ഞാൻ പരാജയപ്പെടും. നെവർ, അങ്ങനെ ചെയ്യരുത്. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങളൊരു ലക്ഷ്യം ഫിക്സ് ചെയ്യുമ്പോൾ ഈ ലക്ഷ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതാണെന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾ തീരുമാനിക്കാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു സ്വപ്നത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു പ്രചോദനത്തിൻ്റെ അതുകൊണ്ട് മാത്രമല്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്കിണങ്ങുന്നതാണെന്ന് നിശ്ചയിക്കുക, ആ ലക്ഷ്യം തീരുമാനിക്കുക. രണ്ടാമത്തേത്, ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള വഴികൾ വളരെ കൃത്യമായി തിരഞ്ഞെടുക്കുക എന്നതാണ്. പഠിക്കാനുള്ള രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, എന്താണ് പഠിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായ ശരിയായ ഉപദേശങ്ങൾ സ്വീകരിക്കുക, അവിടേക്ക് നടന്നു പോവുക. ഒരു സംശയവും വേണ്ട, ലക്ഷ്യത്തിലെത്തും സാർ. അടുത്ത ഒരു ലക്ഷ്യം എന്താണ് പ്രതിഭേട്ടൻ വെക്കുന്നത്? സബീഖ് സാർ, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതം ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ അവസാനിപ്പിക്കരുത് എന്നുള്ളതുകൊണ്ട് ഓരോ ലക്ഷ്യങ്ങൾ ഞാൻ എൻ്റെ മുന്നിൽ വെക്കും. എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് ഓടും. മിക്കവാറും എല്ലാ ലക്ഷ്യങ്ങളും പ്രകൃതിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഒടുവിലൊരു യൂണിവേഴ്സിറ്റി PRO ആകാൻ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് സബീഖ്, കാഴ്ച പരിമിതർക്ക് ഇന്നിപ്പോൾ നിലനിൽക്കുന്ന എല്ലാ പഠന സാഹചര്യങ്ങളും ആക്സസിബിൾ ആകണം എന്നുള്ളതാണ് എൻ്റെ ആദ്യ ലക്ഷ്യം. കാരണം ഞാൻ എന്താണോ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നു പോയപ്പോൾ നേരിട്ട പ്രതിസന്ധികൾ അതെനിക്ക് പിന്നാലെ വരുന്ന എൻ്റെ സഹോദരങ്ങൾക്കുണ്ടാകരുത്. അവർക്ക് അവരുടെ യാത്ര എളുപ്പമാക്കി കൊടുക്കാൻ ഇന്ന് ഈ സാങ്കേതിക വിദ്യ ഭരിക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ്, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇതര സൗകര്യങ്ങൾ എല്ലാം അവർക്കും ആക്സസിബിൾ ആകുന്ന തരത്തിൽ മാറ്റപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ആദ്യ ആഗ്രഹം. ഉദാഹരണത്തിന് നോക്കൂ, ഒരു വെബ്സൈറ്റ്, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സർവകലാശാലയുടെ വെബ്സൈറ്റ്, ഇത് കാഴ്ച പരിമിതർക്ക് ആക്സസിബിൾ ആണോ? പൂർണ്ണമായിട്ടല്ല, ആകണം. അവർക്കും ഒരു കാഴ്ചയുള്ള മനുഷ്യൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു റെയിൽവേ ബുക്കിങ്ങിനുള്ളൊരു കാര്യമാകട്ടെ, ഒരു പഠിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതാകട്ടെ, PSCയുടെ വെബ്സൈറ്റ് ആകട്ടെ, ഇങ്ങനെയുള്ള എല്ലാ വെബ്സൈറ്റുകളും കാഴ്ച പരിമിതർ കൂടി ആക്സസിബിൾ ആകുന്നതിന് എന്താണോ ചെയ്യാൻ കഴിയുക അതാദ്യം ചെയ്യണം, അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഒന്ന്. രണ്ടാമത്തേത്, ഞാൻ എങ്ങനെയാണോ ഈ വഴികളിലൂടെ എത്ര ബുദ്ധിമുട്ടിയാണോ നടന്നിവിടെ എത്തിയത് അതെനിക്ക് പിന്നാലെ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. പലപ്പോഴും നമ്മൾ പറയും മോട്ടിവേറ്റീവ് സ്പീക്കർ, അങ്ങനെയൊന്നുമല്ല. എനിക്ക് എത്ര പേരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ നടന്നു വന്ന വഴികൾ മറ്റുള്ളവരെ കൂടി അറിയിക്കണം. ഈ 2 ലക്ഷ്യങ്ങളാണ് സബീഖ് സർ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സംഭാഷണവും അതിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും പ്രതിഭേട്ടൻ കാഴ്ചപരിമിതികളൊക്കെ മറികടന്ന് തൻ്റെ ലക്ഷ്യങ്ങളുടെ പുറകെയാണ്, വീണ്ടും ആ ലക്ഷ്യങ്ങളുടെ പുറകെ യാത്ര തുടരുകയാണ്.
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഓരോ കുറവുകൾ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പ്രതിഭടനെ പോലുള്ള ആളുകളുടെ ആ ഒരു ജീവിതം തീർച്ചയായിട്ടും നിങ്ങൾ പാഠമായിട്ട് എടുക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ഇൻ്റർവ്യൂവും ഈ ഒരു പോഡ്കാസ്റ്റും നിങ്ങൾക്കും പ്രചോദനമാവട്ടെ. നിങ്ങളും നിങ്ങളുടെ സ്വപ്നത്തിന് പുറകെ യാത്ര തുടരുക.